ഇന്നത്തെ KPCC UDF നേതൃയോഗങ്ങളിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കും. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, പക്ഷേ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, അദ്ദേഹവുമായി സംസാരിക്കാൻ KPCC നേതൃത്വം തയ്യാറായില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നു എന്ന് വരുന്നത്? SKN തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് നേതൃത്വവുമായി കെ മുരളീധരൻ ഇടഞ്ഞത്. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം പലതവണ ശ്രമിച്ചെങ്കിലും ഈ അനുനയ നീക്കത്തിൽ കെ മുരളീധരൻ വഴങ്ങിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. ഇന്ന് തലസ്ഥാനത്തുണ്ടെങ്കിലും തലസ്ഥാനത്ത് നടക്കുന്ന KPCC നേതൃയോഗത്തിലും UDF ഏകോപന സമിതി യോഗത്തിലും കെ മുരളീധരൻ പങ്കെടുക്കില്ല. ഈ നേരത്തെ തന്നെ താൽക്കാലികമായി പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്നായിരുന്നു കെ മുരളീധരൻ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നേതൃയോഗത്തിൽ കൂടി വിട്ടുനിൽക്കുന്നത്. കൃത്യമായ ഒരു അതൃപ്തി പരസ്യമാക്കുക കൂടിയാണ് ഈ നിലപാടിലൂടെ കെ മുരളീധരൻ ചെയ്യുന്നത്. പ്രധാനമായും തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം ചർച്ചയാകുന്ന ഒരു യോഗമാണ്. തൃശൂരിലെയും ചേലക്കരയിലെയും തിരഞ്ഞെടുപ്പ്, തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി ഈ യോഗത്തിൽ ചർച്ചയാകും. പക്ഷേ കെ മുരളീധരന്റെ അസാന്നിധ്യം എന്തായാലും ഈ യോഗത്തിൽ വലിയ കല്ലുകടി ആകുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപമാണ് കെ മുരളീധരൻ ഉന്നയിച്ചിരുന്നത്. കാരണം സംഘടനാ സംവിധാനം തൃശൂരിൽ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്നുള്ള ആരോപണമായിരുന്നു നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ ഉന്നയിച്ചത്. ഇക്കാര്യം പരിശോധിക്കാമെന്നതായിരുന്നു നേതൃത്വം നിലവിൽ കെ മുരളീധരന് മുന്നിൽ വെച്ച കാര്യം. കെ സുധാകരൻ നേരത്തെ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അനുനയത്തിലേക്ക് കെ മുരളീധരൻ ഇതുവരെയും പോയിട്ടില്ല. ഇന്ന് ചേരുന്ന KPCC നേതൃയോഗത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് തോൽവി കൃത്യമായി വിലയിരുത്തും. അതിനുശേഷം ഈ കെ മുരളീധരനെ എങ്ങനെ അനുനയിപ്പിക്കുന്ന കാര്യത്തിലും ചില ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ 10 മണിക്ക് KPCC നേതൃയോഗം ഇന്ദിരാഭവനിൽ ആരംഭിക്കും. നിർവാഹക സമിതി അംഗങ്ങളും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം MLA-മാരും MP-മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഈ യോഗം പൂർത്തിയായ ശേഷം ഈ കെ മുരളീധരനെ എത്രയും വേഗം അനുനയിപ്പിക്കാനുള്ള ഒരു നടപടി കൂടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കെ മുരളീധരൻ നേതൃനിരയിലേക്ക്, നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഈ യോഗം ചർച്ച ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.